സുവിശേഷത്തെ എതിർക്കുന്ന ഏതെങ്കിലും വ്യക്തിയുടെ കേൾക്കുന്നുവെങ്കിൽ നിന്റെ കുഞ്ഞിനെ നീ സ്നേഹിക്കുന്നില്ലെന്നാണ് അതിന്റെ തെളിവ്. സുവിശേഷത്തെ നീ എതിർക്കുമ്പോൾ നീ പരസ്യമായിട്ട് പറയുന്നു, എന്റെ കുഞ്ഞിനെ നരകത്തിലേക്ക് ഞാൻ വിടുവാൻ ഞാനിതാണ് അതിനായിട്ട് ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. നിന്റെ കുഞ്ഞിനെ നീ സ്നേഹിക്കുന്നുവെങ്കിൽ സുവിശേഷത്തെ തള്ളിക്കളയത്തില്ല. എല്ലാ അപ്പന്മാരോട് പറയുന്നു, മക്കളെ സ്നേഹിക്കുന്ന ഒരുവനെങ്കിലും ഉണ്ടെങ്കിൽ ഈ സുവിശേഷത്തെ എതിർക്കല്ല. നീയും നിന്റെ കുഞ്ഞും നാളെ മരിച്ചതിന് ശേഷം യേശുക്രിസ്തു മുമ്പിൽ കണക്ക് കൊടുക്കണം. യേശുക്രിസ്തു അല്ലാതെ ഒരു പുരുഷനെ നിനക്ക് അവിടെ കാണുവാൻ കഴിയത്തില്ല. മറ്റൊരുത്തനുമില്ല, മറ്റൊരുത്തലും രക്ഷയുമില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഈ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ലാത്തത് കൊണ്ട് അവനെ നിഷേധിക്കുന്നവർ ദൈവത്തെ നിഷേധിക്കുന്നു. സുവിശേഷത്തെ എതിർക്കുന്നവർ നിനക്ക് ഭക്ഷണവും വായുവും വെള്ളവും സൂര്യനെ തന്നവനെ എതിർത്തുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവമില്ലാത്തവനായിട്ട് മരിച്ച് അവന്റെ ക്രോധാഗ്നിക്ക് മുമ്പിൽ ഒടുങ്ങി നരകാഗ്നിയിലേക്ക് നശിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ കേട്ടുകൊള്ളുവിൻ, ഭയത്തോടെ കേട്ടുകൊള്ളുവിന്. സുവിശേഷത്തെ എതിർക്കുന്നത് ആർക്കും നന്നല്ല പ്രിയപ്പെട്ടവരെ. ഞാൻ എതിർത്തുന്നവനാ. അയ്യോ, ഞാൻ എതിർത്തുന്ന ഒരു പാവപ്പെട്ട ഉപദേശിയും എനിക്കൊരു ചെറിയ ലഘുലേഖ കയ്യിലോട്ട് തന്നത് റാന്നി ബസ് സ്റ്റാൻഡിൽ വെച്ചാണ്. അത് ഇടം കൈ കൊണ്ട് വാങ്ങി വലം കയറിട്ട് ചുരുട്ട് കൂട്ടി എറിഞ്ഞു കളഞ്ഞിട്ട് 13 വർഷക്കാലം കൂരിട്ടിലും അന്ധതയിലും നടന്നു പോയവനാ ഞാൻ. ഉപജീവന മാർഗം മുഴുവൻ കടം കയറി നശിച്ചു. അതേപോലെ ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥതയും സമാധാനമില്ലാത്ത പാപത്തിന്റെ ചേറ്റിലേക്ക് ഓരോ ദിവസവും ഞാൻ വലിച്ചു താഴ്ത്തപ്പെട്ടു. എന്നാൽ അവസാനം ആത്മഹത്യ ചെയ്യുവാൻ തുനിഞ്ഞപ്പോഴും ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴ് ഞാൻ നിഷേധിച്ച യേശുക്രിസ്തു ദൈവമാണെന്നോട് ചോദിച്ച് അവനെ പരിഹരിച്ച ഇതേ നാവ് ഉള്ള എന്നോട് തേടി അവന്റെ ഒരു ദാസനെ വിട്ടിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അയ്യോ, ഞാൻ അവനെ എതിർത്തിട്ടും അവൻ എന്നെ സ്നേഹിച്ചു. ഞാൻ അവനെ വെറുത്തിട്ടും അവൻ എന്നെ സ്നേഹിച്ചുവെങ്കിൽ ഇതുപോലൊരു സ്നേഹം വേറെയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നോക്കുവിന്, സുവിശേഷം നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും രക്ഷയ്ക്കുള്ളതാണ്. അത് പ്രിയപ്പെട്ടവരെ, മതഭക്തിയല്ല. മതഭക്തി കൊണ്ട് നീ ഒന്നും നേടിയിട്ടുമില്ല. മതപരിവർത്തനം കൊണ്ട് ആരും ഈ ലോകത്തിൽ ഗുണം പിടിച്ചിട്ടുമില്ല. ഏതൊരു വ്യക്തിയും മാനസാന്തരപ്പെട്ട യേശുക്രിസ്തു എന്ന ദൈവപുത്രനിലേക്ക് തിരിഞ്ഞാൽ അവന് സമാധാനം. അല്ലാത്തവരെല്ലാവരും നശിച്ച് നരകാഗ്നിയിലേക്ക് ഒടുങ്ങിപ്പോകും.